ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നവംബർ 2 നമ്മുടെ വല്യമ്മച്ചി മരിച്ചതിൻ്റെ ഓർമ്മ ദിനമാണ്. ഇന്നത്തെ ദിവസം വളരെയേറെ സങ്കടകരമായ ഒരു ദിനത്തിലൂടെയാണ് കടന്നുപോയത്. അതായത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പെരിങ്ങോം പഞ്ചായത്തിലെ ഒരു ആർസിപ്പള്ളിയുടെ കീഴിലുള്ള ഒരു ഉമ്മറപ്പൊയിൽ എന്ന ശാന്തി ഭവനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോയുമായാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വല്യമ്മച്ചിയുടെ ഓർമ്മ ദിനമായ ഇന്ന് അവിടെയുള്ള അമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോയതാണ് നമ്മൾ എല്ലാവരും. അവിടെ എത്തിയപ്പോൾ ഒത്തിരിയേറെ സങ്കടം തോന്നി. മക്കളെ ഏറെ ഉണ്ടായിട്ടും നോക്കാൻ സമയമില്ലാതെ ഉപേക്ഷിച്ച അമ്മമാരും അവരുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങി അവിടെ ഉപേക്ഷിച്ചു പോയ അമ്മമാരും മക്കൾ ഇല്ലാത്ത അമ്മമാരും അവിടെ ഉണ്ട്. സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും ഒരു നോക്ക് കാണാൻ കൊതിക്കുന്ന അമ്മമാരുണ്ട് അവിടെ. അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറെ കാര്യം വ്യക്തമാണ്. അതുപോലെ തന്നെ ആ ഭവനത്തിൻ്റെ വൃത്തിയുടെ കാര്യം ഏറ്റെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അവർ ഉപയോഗിക്കുന്ന ബെഡായാലും കിച്ചണായാലും ബാത്റൂമായാലും അത്രയും വൃത്തിയോടും വെടിപ്പോടും കൂടിയാണ് അവർ സൂക്ഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. കുറേ മക്കൾ അച്ഛനമ്മമാരെ വഴിയരികിലും ഹോസ്പിറ്റലുകളും തിരക്കുള്ള സ്ഥലങ്ങളിലും ഉപേക്ഷിക്കുന്നു. മറ്റു ചിലരെ അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്നു. എന്തുകൊണ്ടും മറ്റു സ്ഥലങ്ങളിൽ വിടുന്നതിനേക്കാൾ ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണ് അവരെ പോലുള്ളവരെ ഏറ്റെടുത്ത് നടത്തുന്ന ഇതുപോലുള്ള വൃദ്ധസദനങ്ങളിൽ അവരെ കൊണ്ടുവിടുന്നത്. സ്വന്തമായി തീരുമാനമെടുത്ത് വൃദ്ധസദനങ്ങളെ തേടിയെത്തുന്ന അമ്മമാരുണ്ട്. ഇനി മുതൽ ഇതാണ് അമ്മയുടെ ഭവനം, ഇവരാണ് അമ്മയ്ക്ക് കൂട്ടെന്ന് പറഞ്ഞ് അമ്മമാരെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ആ അമ്മമാരുടെ മനസ്സ് എത്രമാത്രം പിടഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിച്ച് തൻ്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിതം ഹോമിച്ച് ഒടുവിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് പരാശ്രയത്തിൻ്റെ പടുകുഴിയിൽ വീണു പോകുന്നു അവർ. വാർദ്ധക്യം എന്നത് ശരിക്കും ഒരു രോഗമല്ല, ഒരു ജീവിതഘട്ടമാണ്. ജീവിതമാവുന്ന യാത്രയിൽ മാതാവിൻ്റെ ഉദരത്തിലെ ഗർഭാവസ്ഥയിൽ നിന്നും ശിശുവായി ജനിച്ച് ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും കടന്നെത്തുന്ന ഒരു അവസ്ഥയാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. ഉദ്യോഗ തിരക്കിൽപ്പെട്ട് ദൂരദേശത്തും കൊച്ചുമക്കൾ ഹോസ്റ്റലുകളിലും ജീവിക്കുമ്പോൾ അനാഥരാകുന്ന ഈ വൃദ്ധജനങ്ങൾക്ക് ആശ്രയമാകുന്ന ഒരിടമാണ് വൃദ്ധസദനം. തനിക്കും ഇത്തരമൊരു കാലം വരുമെന്ന് തികഞ്ഞ ബോധ്യമുള്ളവരായിരുന്നിട്ട് കൂടി വൃദ്ധസദനങ്ങളിലേക്ക് വൃദ്ധരായ മാതാപിതാക്കളുമായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിരുന്നു വൃദ്ധജനങ്ങൾ. അവർക്ക് നീണ്ട കാലത്തെ അനുഭവ സമ്പത്തുണ്ട്. ഇന്നത്തെ കളിക്കുഞ്ഞ് നാളത്തെ വൃദ്ധരാണ് എന്നത് ഓരോരുത്തരും ഓർക്കുക. ഈ ഭവനത്തിൽ ഒന്ന് പോകുവാനും അവരുമായി ഇത്തിരി നേരം ഒന്ന് കൂടുവാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞത് ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ കഴിവുള്ളവർ എല്ലാവരും അവിടെ ഒന്ന് പോകുവാനും അവരുമായി ഇത്തിരി നേരം ഒന്ന് കൂടാനും ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നതും അവരുടെ